മണിപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകാന്തിനെയും വർഷയെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിട്ടാണ് മഹിമ നടക്കുന്നത്. സച്ചി എന്തെങ്കിലും ചെയ്യുന്നത് നോക്കിയിട്ട് അതിന്റെ പുറകെ ഫോണുമായിട്ട് നടക്കലാണ് നമ്മുടെ മഹിമയുടെ പണി. എന്നാൽ മഹിമയുടെ ഉദ്ദേശം എന്താണെന്നും മഹിമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ചന്ദ്രമതിയെയും നമ്മുടെ രേവതി പൊളിച്ചടക്കുന്നതായിട്ടുള്ള രംഗമാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സച്ചിയും രേവതിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോഴേക്കും മഹിമ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവർക്കും നമ്മുടെ സച്ചി പോലീസുകാരന്റെ ബൈക്കിനെ കൊണ്ട് ഇടിച്ച ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സച്ചിയും രേവതിയും കണ്ട ഉടനെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, ഇനിയും ഈ കുടുംബത്തെ എന്തോരാണടാ നീ നാണം കെടുത്തുക. നീ കാണണം ഈ കുടുംബത്തിന്റെ നാണവും മാനവും എല്ലാം പോയി. നീ എന്ത് പഴയാടാ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതിയും പറയുന്നുണ്ട്, എന്താടാ നീ കാറിലും വെള്ളം അടിച്ചിട്ട് കറങ്ങാൻ വേണ്ടി തുടങ്ങിയോ എന്ന്. പിന്നെ അല്ലാതെ അവൻ വേറെ എന്ത് ചെയ്യാനാണ് ചന്ദ്രമതി. നന്നായിട്ട് കുടിക്കണം, എവിടെയെങ്കിലും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണം. എടാ നീ കാരണമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മൊത്തം വരുന്നത്. ഞങ്ങളുടെ സമാധാനം പോയി. നിനക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയ അതുപോലൊരു ഭാര്യയും കിട്ടിയിട്ടുണ്ട്. നീ എപ്പോ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവളാണെന്നുണ്ടെങ്കിൽ നിന്നെ തലയിലേറ്റി കൊണ്ടാടുകയും ചെയ്യും. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, നീ എന്തിനാ ചന്ദ്രയെ കിടന്ന് കൂവുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് സംസാരിക്കാം. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് കേട്ടോ, നോക്ക് ചന്ദ്രേ, ഇവിടെയുള്ള വിചാരണ കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മകന്റെ അടുത്ത് പിന്നീട് സംസാരിച്ചോളൂ. നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ചിട്ട് ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ ഞാനങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടില്ല എന്നുള്ള മട്ടിൽ നടക്കുകയും ചെയ്യും. മഹിമയുടെ സംസാരം കേൾക്കുമ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, ആന്റി എന്റെ അച്ഛൻ്റെ അടുത്ത് കുറച്ചുകൂടി മര്യാദയോട് കൂടി സംസാരിക്കണം. ശ്രീകാന്ത്, നിന്റെ അച്ഛന് കൊടുക്കേണ്ട മര്യാദയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ഏട്ടൻ കാരണം ഞങ്ങളുടെ മര്യാദയാണ് പോകുന്നത്. മഹിമ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്താന്നുള്ള കാര്യം സംസാരിച്ചാൽ മാത്രം മതി നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ. ആദ്യം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം പറയണമെന്ന് പറയണേ. എന്ത് പറയണമെന്നാണെന്ന് രവി ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒരു വീട്ടില് എന്റെ മകള് അപമാനപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ഇനിയും നിങ്ങളുടെ മകൻ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും റൗഡിത്തരം നടത്തും, അത് TV ന്യൂസിലും വരും. ഇതൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് സംസാരിക്കുകയാണോ. എന്താണ് ഇനി വർഷയുടെ അമ്മയുടെ അടുത്ത് ഇത്രയും ഒച്ചത്തിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി. അവര് സച്ചിയേട്ടനെ കുറിച്ചിട്ട് തോന്നുന്ന പോലെ സംസാരിക്കുന്നത് കണ്ടിട്ട് ചുമ്മാ ഇരിക്കണോ അമ്മയെന്ന് ചോദിക്കുകയാണേ. അച്ഛൻ തെറ്റായിട്ട് ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ ഒരുപാട് പ്രശ്നത്തിലാണുള്ളത്. ചെയ്യാത്ത തെറ്റിനാണ് സച്ചിയേട്ടൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിൽ നീ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. സച്ചിയേട്ടനോട് തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്യാതെയാണോ ഇവരുടെ കാറും ഇവരെയും പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയത്. കാറിൽ പോയിട്ട് പോലീസിനെ തന്നെ ഇടിക്കാൻ നോക്കിയത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി, വേണ്ട, സത്യം എന്താന്നുള്ള കാര്യം അറിയാതെ സംസാരിക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഞങ്ങൾ കണ്ണോണ്ട് കണ്ടല്ലോ. ഇനിയും ഇവന്റെ മേലെ തെറ്റില്ല എന്നുള്ള കാര്യമാണോ പറയാൻ വേണ്ടി പോകുന്നതെന്ന് ശ്രുതി. കണ്ണോണ്ട് കാണുന്ന കാര്യങ്ങളെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല എന്ന് സുധീരുടെ അടുത്ത് മറുപടി കൊടുക്കുന്നുണ്ട് രേവതി. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധീട്ട ആദ്യം അവരെ സംസാരിക്കാൻ വേണ്ടി അനുവദിക്കൂ. രേവതി ചേച്ചി, എന്താ നടന്നെന്നുള്ള കാര്യം പറ. എടാ അവൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയുന്നുള്ള കാര്യം ചന്ദ്രമതി. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആന്റി ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ ആന്റി എന്താ അവരെ ചീത്ത വിളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ആന്റിക്ക് ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ. രേവതി ചേച്ചി ആദ്യം കാര്യം പറയട്ടെ. രേവതി ചേച്ചി കാര്യം പറ എന്ന് പറയാണേ. എന്ത് പറയാനാണ് വർഷേ, എല്ലാം എന്റെ തലയിലെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓൾറെഡി ആ ട്രാഫിക് പോലീസും അതുപോലെ സച്ചിയേട്ടനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ പോലീസും കാരണമാണ് ഇപ്പൊ പ്രശ്നം തന്നെ വന്നത്. ഇത് കേൾക്കുമ്പോൾ സുധി, പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ഇവനല്ലേ. പോലീസ് വണ്ടിയിൽ പോയിട്ട് ഇടിച്ചു. സത്യം പറഞ്ഞ സച്ചിയേട്ടനായിരുന്നു എന്തെങ്കിലും സംഭവിക്കേണ്ടിരുന്നത്. സച്ചിയേട്ടൻ കാറ് പോകുന്ന സമയത്ത് കാറില് ബ്രേക്ക് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞിട്ട് രേവതി ഭയങ്കര കരച്ചിലാണേ. എന്താ ചേച്ചി പറഞ്ഞത്, ബ്രേക്ക് ഇല്ലായിരുന്നോ. അതെ ശ്രീകാന്തേ, സച്ചിയേട്ടന്റെ കാറിന്റെ ബ്രേക്ക് പോയി. അപ്പോൾ നേരെ മുന്നിൽ വന്നുകൊണ്ടിരുന്നത് സ്കൂൾ ബസ്സായിരുന്നു. ആ സ്കൂൾ ബസ്സിൽ തട്ടരുതെന്ന് കരുതിയിട്ട് വെട്ടിച്ചിട്ടാണ് ഈ ബൈക്കിൽ പോയി ഇടിച്ചത്. എന്നാൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അന്വേഷിക്കാതെ ഇവരോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ ആ പോലീസുകാരൻ ഇത് വലിയ പ്രശ്നമാക്കി. അല്ലാതെ സച്ചേട്ടന്റെ മേലെ ഒരു തെറ്റുമില്ല. അല്ലാതെ സച്ചേട്ടൻ കാരണം ഈ കുടുംബത്തിന് ഒരു അപമാനം നടക്കില്ല. ഇതൊന്നും അറിയാതെ അവിടെ നിന്ന് ആരോ വീഡിയോ എടുത്തിട്ടിട്ടു. ഇത് കേൾക്കുമ്പോൾ വർഷം നേരെ മഹിമയാണ് കേട്ടോ നോക്കുന്നത്. മഹിമയാണെങ്കിൽ തല ഇങ്ങനെ താഴ്ത്തുന്നുണ്ട്. വർഷേ, ഞാൻ പറയുന്നത് നീ തെറ്റായിട്ട് എടുക്കരുത്. നിന്റെ അമ്മ നിന്നെയും ശ്രീകാന്തിനെയും ഈ വീട്ടിൽ നിന്ന് തനിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. കണ്ടില്ലേ വർഷ,
പക്ഷെ ഇവൾ എന്താ പറയുന്നതെന്ന്, ഞാൻ നിങ്ങളെ പിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എനിക്കെന്താ വലിയ ആഗ്രഹമാണോ നിങ്ങൾ തനിയെ പോകണോ എന്നുള്ള കാര്യം? ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണോ? ഈ റൗഡി എന്താ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, വേണ്ട, ശശിയേട്ടനെ റൗണ്ടിലൊന്നും വിളിക്കാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുന്നുള്ള കാര്യം കഴിച്ചു കൊണ്ടിട്ട് പറയണം കേട്ടോ രേവതി. നീ എന്താടി പറയാന്ന് ചന്ദ്രമതി? മൂത്തവരടുത്ത് മര്യാദ ഇല്ലാതെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മര്യാദ കിട്ടുന്ന രീതിയിൽ ആദ്യം സംസാരിക്കാൻ വേണ്ടി പറയാണ് രേവതി. അവര് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഇവനെന്താ ആദ്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മ എന്താ ഈ സംസാരിക്കുന്നത്? ഇവരുടെ കാറിന് ബ്രേക്ക് ഇല്ലാതെ പോയി എന്നുള്ള കാര്യം പറയുന്നു. സച്ചിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? അതിനെക്കുറിച്ച് ഈ വീട്ടിൽ ആർക്കും ഒരു ചിന്തയുമില്ലേ? ഇവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ലേ? സച്ചിയേട്ടൻ എന്താ ഈ വീടിന്റെ എതിരാളി എന്തെങ്കിലും ആണോ? ഈ വീട്ടിൽ ഒരുത്തൻ തന്നെയല്ലേ? ഒരുപക്ഷെ കാറടിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവുമല്ലോ ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് കരഞ്ഞുകൊണ്ട് രേവതി. ദൈവഭാഗ്യം കൊണ്ട് ജീവനൊന്നും സംഭവിക്കാതെ തിരികെ വന്നു എന്ന കുറ്റവാളിയെ പോലെ നിർത്തിയും കണ്ട് എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സച്ചേട്ടന്റെ ജീവൻ ഇവിടെ ആർക്കും പ്രധാനമല്ല അല്ലേ? അങ്ങനെ രേവതി ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസനീയമായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കുകയാണേ. സ്കൂൾ വണ്ടി ഇടിക്കാത്തത് കൊണ്ട് വണ്ടി തിരിച്ചു. പിന്നെ ഇവൻ വലിയ ഹീറോ അല്ലേ? അങ്ങനെയാണെങ്കിൽ പോലീസ് വണ്ടി ഇടിക്കാതെ പോകേണ്ടതല്ലേ? ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് സംസാരിക്കുമല്ലോ. എന്താ അത് നിന്നെ കൊണ്ട് പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കാനുണ്ടോ ശ്രുതി? ചുമ്മാ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അച്ഛാ ഫുള്ളായിട്ട് കുടിച്ചിട്ട് പോയി ഇടിച്ചിട്ടുണ്ടാവുന്ന കാര്യം പറയുമ്പോഴേക്കും ഇരുന്നോടത്തുനിന്ന് നമ്മുടെ രവി അങ്ങോട്ട് എണീക്കുകയാണ് കേട്ടോ. നിർത്തടാ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഓങ്ങി ഒരു അറ്റെന്ന് തരും ഞാനെന്ന് പറയുകയാണെ. അപ്പോഴേക്കും പേടിച്ച് ശ്രുതി അങ്ങോട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ട് എണീറ്റ് പോവാണ് കേട്ടോ. നമ്മുടെ രവിയുടെ ഭാവം കാണുമ്പോഴേക്കും ശ്രുതിയെ ചീത്ത വിളിക്കുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വീഴുന്നുണ്ടേ. തെറ്റ് ചെയ്തത് സച്ചിയല്ലേ, പിന്നെ അവനെ ചീത്ത വിളിക്കാതെ നിങ്ങൾ എന്തിനാ ഇവനെ എന്ന് പറയുമ്പോഴേക്കും മിണ്ടിപ്പോരുത് നീ. അവൻ ജീവൻ രക്ഷപ്പെട്ടിട്ട് വന്നതാണ്. അതൊന്നും നിനക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ലേ? അത്രയ്ക്കും നിനക്ക് അവൻ വേണ്ടാത്തവനായോ? ഇത് കേട്ട ഉടനെ തന്നെ എന്റെ ശരീരം ആകെ നടുങ്ങിപ്പോയി. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവൻ നിലച്ചേനെ. ഞാൻ രേവതി പറയുന്നത് വിശ്വസിക്കുന്നുണ്ട് എന്നും തന്റെ ജീവനെ പോലും ചിന്തിക്കാതെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള കാര്യം അവൻ വിചാരിച്ചു. അതാണ് അവന്റെ ഗുണം. അതാണ് സച്ചി. അവനെ കുറിച്ച് എനിക്കറിയാം. ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രേവതി പറഞ്ഞതുപോലെ തന്നെ സച്ചിയെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടോ? ചന്ദ്രേ, നിന്റെ മകൻ തന്നെയല്ലേ അവൻ? ഇങ്ങനെ 1001 ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ നീ. എന്തെങ്കിലും നിനക്ക് പറ്റിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് തോന്നിയോ? രേവതി പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവൾ ഒരിക്കലും കള്ളം പറയില്ല. അത് ശരിയൊക്കെ തന്നെയാണ്. രേവതി കള്ളമൊന്നും പറയില്ല. ഈ വീട്ടില് കഥയായിട്ട് കള്ളം പറയാൻ വേണ്ടിയിട്ട് വേറെ ആളുണ്ടല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രീകാന്തും അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്നും ഒരിക്കലും സച്ചേട്ടൻ തന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് തന്നെയാണ്. സ്കൂൾ ബസ്സിൽ തട്ടണ്ട എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും സച്ചേട്ടൻ തിരിച്ചിട്ടുണ്ടാവുക. സച്ചേട്ടനൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സച്ചി പറയുന്നുണ്ടേ. അപ്പോഴേക്കും നമ്മുടെ വർഷയും സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചേട്ടൻ ചെയ്തത് വലിയൊരു ഹീറോ ചെയ്യുന്ന കാര്യം തന്നെയാണ്. വി ആർ വെരി പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ കേട്ടോ സച്ചിക്ക്. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, എന്താ വർഷം നീ ഇങ്ങനെ പറയുന്നത്? ഇവരൊക്കെ പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞ തെറ്റിനെ കുറിച്ച് നാട്ടിൽ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പോഴേക്കും മഹിമ എന്ന് വിളിച്ചിട്ട് രവി പറയുന്നുണ്ട് കേട്ടോ, എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ നല്ലതാണ് ചെയ്തിരിക്കുന്നത്. അവൻ കാരണം ഒരു അപമാനവും വന്നിട്ടുമില്ല. രേവതി പറയുന്നത് പോലെ ഈ വീട്ടിൽ ചെറിയൊരു മുട്ടസൂചി വീണാലും അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കും. സച്ചിയെ കുറിച്ചിട്ട് എപ്പോഴും മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മകള് ഈ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നിട്ട് എന്നെ കുറിച്ചോ ഇവിടെ ചുറ്റിലുള്ള ആരെങ്കിലും കുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു കുറ്റം നിങ്ങളുടെ മകള് വന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഉറപ്പായിട്ടും പറയാൻ വേണ്ടി പറ്റും അവൾ ഒരു കുറ്റവും വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. കാരണം വർഷ ഈ വീട്ടിലെ നല്ലൊരു മരുമകളായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാം അനുസരിച്ചിട്ടാണ് അവള് പോകുന്നത്. സന്തോഷമായിട്ട് ഇരിക്കുന്നു. എന്നാൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ കണ്ടതിനും കേട്ടതിനും ഒക്കെ കുറ്റം പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ രേവതി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ശ്രമിക്കുന്നത് അവരെ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണെന്ന്. എന്താ രവിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മകളെ ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു സ്നേഹത്തിന്റെ പുറത്ത് മാത്രം വന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹിമയുടെ അടുത്ത്, ആന്റി അവൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അവൾ സന്തോഷമായിട്ടല്ല ഇരിക്കുന്നത് എന്നുള്ള കാര്യം. തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ, മഹിമേ
നിങ്ങൾക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ശ്രീകാന്തിനും വർഷയ്ക്കും ഇവിടുന്ന് പോകാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയിട്ട് പോകാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഒന്നുമില്ലാത്ത പ്രശ്നത്തിന് നിങ്ങൾ വന്ന് തലയിടരുത്. അപ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് പിടിച്ചോണ്ട് പോവാണ് കേട്ടോ. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഞാനും ശ്രീകാന്തും ഈ വീട് വിട്ട് വരണോ എന്നാണോ അമ്മയുടെ ആഗ്രഹം? നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് മഹിമ. നീ ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാനിവിടെ സന്തോഷമായിട്ടല്ല ഇരിക്കുന്നത് എന്നുള്ള കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞോ? എല്ലാം അമ്മ തന്നെയാണോ തീരുമാനിക്കുന്നത്? എല്ലാ ദിവസവും പ്രശ്നങ്ങളുള്ള വീട്ടില് നിങ്ങൾ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുക? ഞാന് അമ്മയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തോ? നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്ക് വിഷമാന്ന് മഹിമ പറയുമ്പോൾ വിഷമിക്കണ്ട, ഞാനിവിടെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് എന്താ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട് എന്നും ഞാനും ശ്രീകാന്തും ഈ വീട് വിട്ട് പുറത്തു വരുന്നുള്ള കാര്യം വിചാരിക്കേ വേണ്ട എന്ന് പറയാണ് കേട്ടോ. അതൊരിക്കലും സംഭവിക്കില്ല. മാറ്റി നിർത്തിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോഴേക്കും ഛത്രപതി എന്താ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഞാൻ ഇവരുടെ കാര്യത്തിൽ ലിമിറ്റിൽ നിന്നിട്ട് വേണം ഇടപെടാൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യോ വർഷേ, നീ എന്താ അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള അധികാരം അവർക്കില്ലേ? അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, അമ്മേ അധികാരമുണ്ട്, എന്നാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇത് നോക്കി ആന്റി, വർഷയുടെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കാര്യത്തിൽ നിങ്ങൾ തലയിടരുത്. എടാ ശ്രീകാന്ത്, എന്താടാ നീ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ നേരെ ചെല്ലുവാണ് കേട്ടോ ചന്ദ്ര. വേണ്ട ചന്ദ്രേ, ഇത് ഞങ്ങളുടെ കുടുംബം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചത്. എന്നാൽ എന്റെ മകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ മഹിമ, അങ്ങനെയൊന്നും വിചാരിക്കരുതെന്ന് ചന്ദ്രമതി. എടാ ശ്രീകാന്തിനെ മിണ്ടാതിരിക്കെ. ഈ വീട്ടിലെ ഒരേ ഒരു ഗൗരവമുള്ള ബന്ധു എന്ന് പറയുന്നത് ഇവര് മാത്രമാണ്. ഓൾറെഡി ഒരാള് അൽപായസിൽ പോയി നമ്മുടെ രേവതിയുടെ അച്ഛനെ കുറിച്ചിട്ടാണ്. വലിയവളാന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരുത്തി ഇവിടെ കയറി വന്നിട്ടുണ്ട്. അവള് എപ്പോഴാ പോയെന്നുള്ള കാര്യം അറിയില്ല. അത് നമ്മുടെ ശ്രുതിയെ കുറിച്ച്. അവളുടെ അമ്മയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. മഹിമേ, നീ ഒന്നും തെറ്റായിട്ട് എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണേ. ഞാൻ പോവാന്ന് പറയാനിട്ട് മഹിമ തെറ്റായിട്ടൊന്നും എടുക്കുന്നില്ല എന്നും കൂടി പറഞ്ഞിട്ട് എന്റെ മകളെ എന്നെ മനസ്സിലാക്കിയില്ല, എന്റെ മകളെ എന്നെ എതിരെ സംസാരിക്കാനുള്ള രീതിയിൽ അവർ മാറ്റിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, ആരും ആരെയും മാറ്റിയിട്ടില്ല. ഓരോരുത്തർ അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ വീട്ടിലെ എല്ലാവർക്കും അതിനുള്ള അധികാരമുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്ക് മാത്രം യാതൊരു അധികാരവുമില്ല. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാണേ. മഹിമ പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്ര നിനക്കിതൊരു പണിയായിട്ടുണ്ടല്ലേ. ഈ വീട്ടിലെ വർഷയുടെ അമ്മയും അതുപോലെ തന്നെ രേവതിയുടെ അമ്മയും ഒരുപോലെ തന്നെയാണ്. അതെങ്ങനെ ഒന്നാവുമെന്ന് ചന്ദ്രമതി. ഇത് നോക്ക്, മക്കളുടെയും മരുമക്കളുടെയും മുമ്പിൽ വെച്ചിട്ട് നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, മര്യാദയ്ക്ക് ഒതുങ്ങിക്കോ എന്ന് പറയുകയാണെ. അപ്പോഴേക്ക് ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോവാണ് ചന്ദ്ര. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു. നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.